ഈ ധർമ്മസ്ഥലയിലെ വിവരങ്ങൾ കൂടുതലായിട്ട് നമ്മളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കേരളത്തിലെ അധികം വാർത്തകളൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ഏതാണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുതിയ വിവരം, രാജ്യത്തെമ്പാടുമുള്ള ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങൾ, അൽ ജസീറ പോലെയുള്ള ഇസ്ലാമിക മാധ്യമങ്ങൾ കൊണ്ടാടിയ ധർമ്മസ്ഥലയിൽ മുഖം മൂടി വെച്ച മനുഷ്യനുണ്ടല്ലോ, ആ ശുചീകരണ തൊഴിലാളി, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളെയോ? കാരണം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹിന്ദു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുമാറ് വ്യാജ കഥകളുണ്ടാക്കി സംസ്ഥാന പോലീസിനെ നട്ടം തിരിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ശവം മാന്തിയെടുക്കാനുള്ള, അസ്ഥികൂടങ്ങൾ മാന്തിയെടുക്കാനുള്ള കുഴിക്കൽ പ്രക്രിയ അടക്കം നടത്തി സംസ്ഥാന പോലീസിനെ കഷ്ടപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണെന്ന് കണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാളുടെ കോടതിയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ കോടതിയിൽ ഒരു തലയോട്ടിയായിട്ട് കോടതി വന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ 100 കണക്കിന് 1000 വരെയൊക്കെ പറഞ്ഞു, 100 കണക്കിന് പെൺകുട്ടികളെ, ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ ആളാണ്, അതുകൊണ്ട് എനിക്ക് അതെല്ലാം കാണിച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഇയാളുടെ പേര് പറയരുത്, ഇയാൾക്ക് സംരക്ഷണം കൊടുക്കണം, 60 ദിവസത്തേക്ക് സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി കർണാടക അസംബ്ലിയിൽ പറഞ്ഞിരുന്നു, ഇയാൾക്കെതിരെ ഇപ്പോൾ കേസൊന്നും എടുക്കാൻ പറ്റില്ല, വലിയൊരു ഗൂഢാലോചന ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്, പക്ഷേ അയാൾക്ക് കോടതിയുടെ സംരക്ഷണമുണ്ട് എന്ന് 4 ദിവസം മുമ്പ്, 4-5 ദിവസം മുമ്പ് DK ശിവകുമാർ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു സൂചനയുണ്ടായിരുന്നു ഇയാളുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ അറസ്റ്റിലായി, കോടതിയിൽ ഹാജരാക്കും, ഇയാളെ റിമാൻഡ് ചെയ്യുമോ ഇല്ലെന്നുള്ള കോടതിയുടെ ഉത്തരവ് വരട്ടെ. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണം ഉയർത്തി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹിന്ദു ക്ഷേത്രം, അതും ജൈനമത വിശ്വാസികൾ നടത്തുന്ന ഹിന്ദു ക്ഷേത്രം, മഞ്ജുനാഥൻ്റെ ക്ഷേത്രം, പരമശിവൻ്റെ ക്ഷേത്രം, ആ ക്ഷേത്രം എന്ന് പറയുന്നത് എന്തോ ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കേന്ദ്രമാണെന്ന് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഈ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഒപ്പം ഇവാഞ്ചലിസ്റ്റുകളും, പറയാതെ തരമില്ല, അവരും വ്യാപകമായി കൊണ്ടാടുന്ന തരത്തിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയ കേസിലെ പ്രതിയായി ഇപ്പോൾ ഇയാൾ മാറുകയാണ്. അതായത് ഇത്രയും നാൾ വലിയ ഹീറോ പരിവേഷമായിരുന്നു, ചാനലുകളൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പൊടിപ്പും തൊങ്ങലും വെച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇത് ഓരോന്നോരോന്നായി പൊളിഞ്ഞു വിടുകയായിരുന്നു. അനന്യ ഭട്ട് എന്നുള്ള തൻ്റെ മകളെ കാണാതായി എന്ന് പറഞ്ഞ സുജാത ഭട്ട് എന്ന് പറയപ്പെടുന്ന സ്ത്രീ രംഗത്ത് വന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും വാർത്തയാക്കി. എന്നാൽ ഇന്നലെ കർണാടക മാധ്യമങ്ങൾക്ക് സുജാത ഭട്ട് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. എനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളും ഇല്ല, ഞാൻ കള്ളം പറഞ്ഞതാണ്, എൻ്റെ പേര് സുജാത ഭട്ടെന്നുമല്ല, ഞാൻ സുജാത ഉപാധ്യായ ആണ്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കള്ളം പറഞ്ഞതെന്ന് ചാനൽ ലേഖിക ഇവരോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാം. അപ്പോൾ പറയുന്നു, അതായത് എന്നോട് പറഞ്ഞു ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവിടെ കുറേ സ്വത്തുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ സ്വത്ത് ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടം വിട്ടു പോയി. 25 വർഷമായിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് വിവരമില്ല, വീട്ടുകാർക്ക് വിവരമില്ല. ഇവർ നക്സലൈറ്റ് പ്രവർത്തകയായിട്ട് വേറെ ചില ആളുകളുടെ കൂടെ ലിവിങ് ടുഗദറൊക്കെ ആയിരുന്നു എന്നുള്ള ഇവരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തിരിച്ചു വന്നപ്പോൾ ഇവരോട് ഈ കേസിലെ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന, നമ്മൾ പറഞ്ഞു മഹേഷ് ഷെട്ടി തിമ്മറോടി, T ജയന്ത് എന്നൊക്കെ പറയുന്ന മഹേഷ് എന്ന് പറഞ്ഞ മറ്റൊരു മഹേഷ്, ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വത്ത് കുടുംബക്കാർ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കൊടുത്തില്ലേ, നിങ്ങൾക്കൂടെ അവകാശപ്പെട്ട സ്വത്താണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പോർഷൻ കിട്ടും. നിങ്ങളിപ്പോൾ കേസുമായിട്ട് പോകണം. ഒന്ന് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ പോർഷനും കിട്ടും. നിങ്ങളുടെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ആരും കണ്ടിട്ടില്ല, മകളുടെ പോർഷനും കിട്ടും. അതുകൊണ്ട് മകളുണ്ടെന്നും മകളെ കാണാനില്ല, മകൾ ഇവിടെ വന്നപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള കഥയും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് നടത്തിയാൽ 2 പോർഷൻ കിട്ടും എന്ന് പറഞ്ഞ് ഇവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ സ്വത്തിന് ഞാൻ അവകാശിയാണ്, പക്ഷെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ സ്വത്ത് എൻ്റെ കുടുംബക്കാർ ഈ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്? സുജാത പിന്നെയും പറയുകയാണ്, എനിക്ക് പരാതിയൊന്നുമില്ലായിരുന്നു, ഇനി വേണമെങ്കിൽ ആ സ്വത്ത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിന് കൊടുത്തിരുന്നു, ഇത് ജൈനന്മാരുടെ ക്ഷേത്രമല്ലേ, അവർക്കെന്തിനാണ് കൊടുത്തത്, അപ്പോൾ എനിക്ക് ഈ സ്വത്തെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്തത് വലിയ ചതിയല്ലേ, ഈ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയും അപമാനിക്കാനുള്ള ശ്രമമല്ലേ നടത്തിയതെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അവർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, എന്നോട് സ്വത്ത് കിട്ടും, എനിക്ക് സാമ്പത്തികമായ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞു എന്നുള്ളൂ, പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെയൊക്കെ വന്നു പറ്റുമെന്ന് ഞാൻ കരുതിയില്ല.
എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത് ഇവർ കൊൽക്കത്തയിൽ CBIയിൽ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് കൊണ്ടാടി കഴിഞ്ഞപ്പോൾ CBIയിലെ പ്രത്യേക അന്വേഷണ സംഘം, കർണാടക പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം, ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നയിക്കുന്ന, ADGP അല്ല DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നയിക്കുന്ന അന്വേഷണ സംഘം CBI ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൽക്കത്തയിലെന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ സുജാത ഭട്ട് എന്ന് പറയുന്നൊരു സ്ത്രീ CBI ഉണ്ടായിരുന്നില്ല. ഇവരൊരു ചിത്രം ഹാജരാക്കി. ഈ ചിത്രം എന്ന് പറയുന്നത് വാസന്തി എന്ന് പറയുന്നൊരു സ്ത്രീയുടെയാണ്. ആ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അവർക്ക് മക്കളില്ല, ബന്ധുക്കളില്ല, ആരുമില്ലാത്ത, ഒരിക്കലും തിരിച്ചറിയില്ല എന്നുറപ്പുള്ള ഒരു സ്ത്രീയുടെ ചിത്രം കർണാടകയിലെ ഒരു യൂട്യൂബ് ചാനൽ ഉടമയായ സമീർ MD ഇയാളാണ് ചിത്രം സംഘടിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അവർ റിവേഴ്സ് ഇമേജ് വെച്ച് ചെക്ക് ചെയ്തു. ഈ ചിത്രം എടുത്ത് റിവേഴ്സ് ഇമേജ് ചെയ്താൽ ഒറിജിനൽ ചിത്രം കിട്ടുമോ എന്ന് പരിശോധിച്ചു. എന്നിട്ട് കിട്ടത്തില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ ആ ചിത്രം എടുത്ത് വെച്ചിട്ടാണ് അനന്യ ഭട്ട് എന്ന് പറയുന്നത് എൻ്റെ മകളാണെന്ന് പറഞ്ഞത്. ഇത്രയും വലിയ കള്ളം പറഞ്ഞ ഈ സ്ത്രീയോട് പിന്നീട് കന്നഡ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റല്ലേ? ഒരു വലിയ ഹിന്ദു ക്ഷേത്രത്തെ അപമാനിച്ചു, കോടിക്കണക്കിന് വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് മുറിവറ്റു, നിങ്ങൾ സത്യത്തിൽ കന്നഡ ജനതയോട് മാപ്പ് പറയണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സുജാത പറയുകയാണ്, ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ മുഴുവൻ കന്നഡികരോടും ധർമ്മസ്ഥല മഞ്ജുനാഥനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇപ്പം പറയുന്നു ഇത്ര വലിയ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ സിനു നമ്മുടെ കേരളത്തിൽ ഈ ക്ഷേത്രത്തെ അപമാനിക്കാൻ വാർത്തകൾ കൊടുത്ത നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വരി വാർത്ത വരാത്തത്? അപ്പോൾ അജണ്ട വളരെ കൃത്യമാണ്. ഹിന്ദു ക്ഷേത്രത്തെ അപമാനിക്കുക, ആ ക്ഷേത്രത്തെ അപമാനിക്കാൻ കെട്ടിപ്പടുത്ത സ്റ്റോറിയെല്ലാം പൊളിഞ്ഞു വീഴുമ്പോൾ അത് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അല്ല നേരത്തെ വന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ആ വിശുദ്ധ ദേവസ്ഥാനത്തിൻ്റെ യശസ് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം അവർ ചെയ്യണ്ടേ? അപ്പോൾ ഇതര മതസ്ഥരുടെ ദേവാലയമായിരുന്നു ഇപ്പോൾ എന്തൊക്കെ? അയ്യോ മിണ്ടണ്ട. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ മുഖം മൂടി വെച്ച് അയാളുടെ ശരീരം കാണണം. എൻ്റെ അയാളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്. നല്ല കട്ടയാനായ ജിമ്മി പോയ പോലൊരു മനുഷ്യനാണ്. 94 മുതൽ 2014 വരെ അല്ലേ ഇയാൾ അവിടെ ഉണ്ടായിരുന്നെന്നും ഞാൻ 100 കണക്കിന് ജഡങ്ങൾ കുഴിച്ചിട്ടും അവസാനം 100 കണക്കിന് പറഞ്ഞ ആളുകൾ ഇവിടെ 5000 വരെ പറഞ്ഞവരുണ്ട്. ധർമ്മസ്ഥലയിൽ പോകുന്ന പെണ്ണുങ്ങളെ മുഴുവൻ ക്ഷേത്ര ഭാരവാഹികൾ പിടിച്ചുകൊണ്ട് പോവുക, ബലാത്സംഗം ചെയ്യുക, കുഴിച്ചു കൊടുക്കുക. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇവിടെ സുഡാപ്പികളും ഒരുപറ്റം ഇവാഞ്ചലിസ്റ്റുകളും പിന്നെ ഇടതുപക്ഷക്കാരും തുള്ളി ഉറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായി. ഇയാൾ വലിയ കട്ടയാലാണ്. അയാളുടെ ചിത്രങ്ങൾ കാണിക്കാം. ഈ ചിത്രങ്ങളൊന്നും നമുക്ക് മുഖം മറച്ചുള്ള ചിത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയും കുറച്ച് നാളത്തേക്ക് കൂടി അയാളുടെ മുഖം മറഞ്ഞു തന്നെ ഇരിക്കും. കാരണം ഈ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു കേസിൽ പ്രതിയായിരിക്കുമ്പോൾ അന്വേഷണ സംഘവും ഇയാളുടെ മുഖം കാണിക്കില്ല. ഇനി അറസ്റ്റിലേക്ക് പ്രധാനപ്പെട്ട കുറേ ആളുകൾ കൂടി വരാനുണ്ട്. അതിലേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉടുപ്പി MLA യശ്പാൽ സുവർണ, അതുപോലെ സ്വതന്ത്ര MLA ആയ ഗംഗാവതി G ജനാർദ്ദനൻ റെഡ്ഡി തുടങ്ങിയവർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം എന്ന് പറയുന്നത് നേരത്തെ കർണാടകയിലെ ഉടുപ്പി കളക്ടറായിരുന്ന ശശികാന്ത് സെന്തിൽ IAS. ശശികാന്ത് സെന്തിൽ IAS ആണ് ഇതിൻ്റെ ആരോപണങ്ങളുടെ പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം എന്ന ആരോപണമാണ് ഉടുപ്പി MLAയും യശ്പാൽ സുവർണയും ഗംഗാവതി G ജനാർദ്ദനൻ എന്ന് പറഞ്ഞ സ്വതന്ത്ര MLA ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ശശികാന്ത് സെന്തിൽ എന്ന് പറയുന്ന മുൻ IASകാരൻ, അയാൾ മുൻ IASകാരനായത് എങ്ങനെയാണെന്ന് അറിയണം. ഈ ശശികാന്ത് സെന്തിൽ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇയാൾ ഹിന്ദുവാണെന്ന്. ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയാണ്. അങ്ങനെയുണ്ടല്ലോ കുറേ ആൾ. പേര് കേട്ടാൽ ഹിന്ദു, പ്രവൃത്തി ക്രൈസ്തവ മതവിശ്വാസം സ്വീകരിച്ചു. ശശികാന്ത് സെന്തിൽ വാർത്തകളിൽ മുമ്പ് നിറഞ്ഞ ഒരാളാണ്. അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം CAA കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഒരു IASകാരൻ രാജിവെച്ചു എന്നത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ രാജിവെച്ച IASകാരനാണ് ശശികാന്ത് സെന്തിൽ. ഈ ശശികാന്ത് സെന്തിൽ പിന്നീട് തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി. തമിഴ്നാട്ടിൽ അവിടുത്തെ DMK മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനൊപ്പം ചേർന്നു. അവരുടെ ഇലക്ഷൻ സമയത്ത്, അവരുടെ വാർ റൂമിൻ്റെ അസംബ്ലി ഇലക്ഷൻ സമയത്ത് അവരുടെ വാർ റൂമിൻ്റെ ചുമതലക്കാരനായി വലിയ തോതിൽ അവിടുത്തെ ഈ സൈബർ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും ഇലക്ഷൻ ക്യാമ്പയിൻ കോർഡിനേറ്റ് ചെയ്യാനും ഈ IASകാരന് കഴിഞ്ഞു. അതിൻ്റെ ഫലമായി അയാൾക്കൊരു സമ്മാനം കിട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 തിരുവള്ളൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശികാന്ത് സെന്തിൽ മത്സരിച്ചു.
ഇപ്പോൾ MP ആണ്. അയാൾ മാംഗ്ലൂർ ജില്ലാ കളക്ടർ, മംഗലാപുരം ജില്ലാ കളക്ടർ ആയിരിക്കെ അയാൾ ധർമ്മസ്ഥല ക്ഷേത്രവുമായി വലിയ ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇയാൾക്ക് അന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ട്, SDPI, നക്സലൈറ്റ് സംഘടനകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ആരോപണം ഉയരുകയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു മുന്നണിയും അടക്കമുള്ള സംഘടനകൾ ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും ഈ ബൽത്തങ്ങാടിയിലെ MLA ആയ BJP MLA ഹരീഷ് പുഞ്ച ഇപ്പോൾ ഈ സംഭവങ്ങളുടെ പിന്നിൽ ശശികാന്ത് സെന്തിലിൻ്റെ പങ്ക് സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുമായി രംഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഈ സംസ്ഥാനത്തിന് പുറത്ത് നടന്ന ഒരു ഗൂഢാലോചന. കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ ഈ മുഖംമൂടി മനുഷ്യൻ അയാൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഒളിവിൽ താമസിച്ചിരുന്നത് തമിഴ്നാട്ടിലാണെന്ന്. അപ്പോൾ ആലോചിക്കണം, തമിഴ്നാട്ടിൽ ഇയാൾ ഒളിവിൽ താമസിക്കുന്നു. തമിഴ്നാട്ടിലെ MP ശശികാന്ത് സെന്തിൽ, അയാൾ നേരത്തെ ധർമ്മസ്ഥല ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ കളക്ടറായിരുന്നു. അയാൾക്ക് ക്ഷേത്രവുമായി വലിയ പക, അവിടുത്തെ ഹിന്ദു സംഘടനകളായിട്ട് പക. അയാൾ അവിടുത്തെ മതം മാറിയ ഒരു ഹിന്ദു. അവിടെ ചില മതപരിവർത്തനവാദികൾക്കുള്ള താല്പര്യം, അവരുടെ മതം മാറ്റ പ്രവർത്തനങ്ങൾക്ക് ധർമ്മസ്ഥല ക്ഷേത്രം ഉണ്ടാക്കുന്ന തടസ്സം, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പിന്നെ ഇയാളുടെ പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധം. അപ്പോൾ വിപുലമായ നെറ്റ്വർക്കാണ്. അതല്ല പിന്നെ അൽ ജസീറ കർണാടകയിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്ത ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കുഞ്ഞു കളിയൊന്നുമല്ല. പ്രീ പ്ലാൻഡ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. വിജയിക്കും. കാരണം ധർമ്മസ്ഥല വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരുപ്പതിയാവാം, പിന്നെ പഴനിയാവാം, പിന്നെ ഗുരുവായൂരാവാം, പിന്നെ ശബരിമലയാവാം. ഈ പറയുന്ന സ്ഥലത്തിന് സമീപത്ത് എന്തെങ്കിലും ഒരു ഈ ശവക്കല്ലറ പോലെയോ അല്ലെങ്കിൽ ഒരു ശ്മശാനം പോലെയോ ഉണ്ടെങ്കിൽ ഒരുപാട് അസ്ഥി കഷ്ടങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ ഇവരുടെ വാദമൊക്കെ ചിലപ്പം റെഡി ആയിട്ട് നിന്നേനെ. അല്ലെ, അങ്ങനെയും കൂടെ ഒരു പ്ലാൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അവിടെ പഞ്ചായത്ത് ശ്മശാനമൊക്കെ ഉണ്ട്. അവിടുത്തെ അതൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള. എന്തായാലും ഇത് ഈ കഥ ഇങ്ങനെ നറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു പുകമറ ഉണ്ടാക്കുക, എന്നിട്ട് എവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ എവിടുന്നെങ്കിലും വല്ലയിടത്തും അസ്ഥിമാന്തി വല്ലയിടത്തും കുഴിച്ചിട്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഇയാളെ പറഞ്ഞു വിടുന്ന കയ്യിലൊരു തലയോട്ടിയും കൊടുത്തിട്ടാണ്. അപ്പോൾ തലയോട്ടി എവിടെ നിന്ന് കിട്ടും? മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുമല്ലോ. ആരുടെയോ കുഴിമാടം കുഴിച്ചെടുത്തിട്ട് തലയോട്ടി എടുത്ത് കൊടുത്തു കിട്ടും. അതും കേസിൻ്റെ അന്വേഷണത്തിൽ വരും. എവിടെ നിന്ന് കിട്ടി ഇയാൾക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഒരു തലയോട്ടി എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇതിനിടയ്ക്ക് ചില രണ്ട് മലയാളി കഥാപാത്രങ്ങളെ പറയാതെ വയ്യ. ഒന്ന്, ഒരു ജയന്ത് ടി എന്ന് പറയുന്ന ഇയാളാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വ്യാപകമായി ഇൻ്റർവ്യൂ കൊടുത്തത്. എനിക്കറിയാം, ഞാനിവിടെയാണ്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കിവിടെ ഒരുപാട് വർഷമായിട്ട് ഇവിടുത്തെ കാര്യം, ഇവിടെ എന്നും പ്രശ്നമാണ്, ഇവിടെ സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതത്വമല്ല. നമ്മുടെയൊക്കെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ചില സുഡാപ്പി കുഞ്ഞുങ്ങളും ചില ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞാടുകളും വന്ന് കമൻ്റ് ഇടും, നിൻ്റെയൊക്കെ വീട്ടിലെ ഭാര്യമാരെ ഒന്ന് പറഞ്ഞു വിടാമോ, പെണ്ണുങ്ങളെ ധർമ്മസ്ഥലയ്ക്ക് പറഞ്ഞു വിടാമോ. ഇതൊക്കെ ഈ ജയന്ത് പറഞ്ഞാണ്. ജയന്തിനോട് പറഞ്ഞു, ഞാൻ മലയാളിയാണ്, എനിക്കറിയാം ഇവിടെ ഒട്ടും സേഫല്ല, ഇവിടെ പ്രശ്നമാണ് എന്നൊക്കെ ഇയാൾ പറയും. പക്ഷെ കന്നഡ ചാനലുകൾ ഇയാൾ പറയും, ഞാൻ കന്നഡികരാണ്. അപ്പോൾ ജയന്ത് ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് ഇനി പുറത്തേക്ക് വരാനിരിക്കുകയാണ്. ഒപ്പം ഈ സുജാത ഭട്ടിൻ്റെ മകളാണെന്ന് കാണിച്ച് വാസന്തിയുടെ ചിത്രവുമായി പത്രസമ്മേളനം നടത്തിയ, അവിടെ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു കോഴിക്കോടുകാരൻ ഉണ്ട്. അവൻ്റെ പേര് മനാഫ് എന്നാണ്. അപ്പോൾ മനാഫിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ ഒത്തിരി സുഡാപ്പികൾ വന്നിട്ട്, മനാഫ് ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയിൽ എവിടെയും പോയി മനാഫിന് ഇടപെടാം. അങ്ങനെ ഇടപെട്ട മനാഫിന് ഉള്ള പണി പിന്നാലെ വരുന്നുണ്ട്. ഏതായാലും ധർമ്മസ്ഥല എന്ന് പറയുന്ന മഹത്തായ ക്ഷേത്രം, മഞ്ജുനാഥ ക്ഷേത്രം, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന, 10,000-കണക്കിന് ആളുകൾക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുന്ന, അവിടെ സൗജന്യ താമസം സൗകര്യം കൊടുക്കുന്ന, മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, അവിടെ ആ പ്രദേശത്തെ ജനങ്ങളെ ബ്ലേഡ് മാഫിയയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന ഒരു വലിയ ക്ഷേത്രത്തെ, അതും മഹത്തായ ഒരു പാരമ്പര്യം. എന്ന് ആലോചിക്കണം. എന്താ ആലോചിച്ച് നോക്കണമെന്നറിയോ? ക്ഷേത്രം ജൈനമതക്കാരുടേത്, അവിടുത്തെ വിഗ്രഹങ്ങൾ ഹിന്ദു ദേവതകളുടെ. അത് തൊട്ടടുത്താണ് ബാഹുബലിയുടെ പ്രതിമ, ഓർക്കുന്നില്ലേ? ഗോമടേശ്വരൻ്റെ ബാഹുബലി പ്രതിമയൊക്കെ അവിടെയാണ്. അത്രയും മഹത്തായ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആരാധനാലയത്തെ ഹിന്ദു ജൈന സംസ്കാരങ്ങൾ ഒരേപോലെ നിന്ന് ഭക്തർക്ക് പ്രതീക്ഷയും ശുഭ ജീവിതവും ഉറപ്പു നൽകുന്ന ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ഇവിടുത്തെ ഒരു പറ്റം ധനമോഹികളും മതപരിവർത്തനവാദികളും നക്സലൈറ്റുകളും ഒപ്പം കോൺഗ്രസിൻ്റെ ഒരു MPയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ചിത്രങ്ങളാണ് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ
പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇത്ര നാളും സാക്ഷി എന്ന പരിഗണനയായിരുന്നു ഈ മുഖം മൂടി വെച്ചവരുണ്ടായിരുന്നത്. അത് മാറി പ്രതിസ്ഥാനത്ത് ഇവനെ കിട്ടുമ്പോൾ ഈ ഗൂഢാലോചനയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വരും. ഏതായാലും നമുക്ക് അഭിമാനമുണ്ട്. ഒരു ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി മാധ്യമങ്ങളെ ഉപയോഗിച്ച് അൽ ജസീറ പോലെയുള്ള ഖത്തറിൻ്റെ തീവ്രവാദ സ്വഭാവമുള്ള ചാനലിനെ പോലും ഉപയോഗിച്ച് നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരായ സത്യങ്ങൾ മലയാളികളോട് പറയാൻ നമ്മളെങ്കിലും ബാക്കിയുണ്ടായിരുന്നു, നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ ഇനിയും ഈ വാർത്തകൾ തുടർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.